ശിവമാമൻ എങ്ങനെ ഈ കഴിവ് കിട്ടിയാണാവോ? അച്ഛനല്ലെങ്കിലും നല്ല കഴിവുണ്ട്. അതെ അതെ, നല്ല സൂപ്പർ കഴിവാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. മനുഷ്യന് പേടിയായിട്ടും ഭാഗ്യം. അമ്മ എന്തിനമ്മ പേടിക്കണേ? മൃഗങ്ങൾ ആത്മാവല്ലേ? നിങ്ങളുടെ ആത്മാവാ? ഇതാ കിടക്കുന്ന. എനിക്ക് കൊച്ചിലെ തൊട്ടേ ആത്മാക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ. ഇപ്പൊ മൃഗങ്ങളുടെ ആണേലും മനുഷ്യന്റെ ആണേലും. അമ്മ കൊച്ചിലെ ആത്മാവെല്ലാം കണ്ടിട്ടുണ്ടാന്ന്. ആത്മാക്കളെയോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ആത്മാക്കളോട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നതേ എനിക്ക് പേടിയാ. അല്ല അപ്പച്ചി, അപ്പച്ചിയുടെ കുഞ്ഞുകാലത്തെ നമ്മുടെ തറവാട്ടിൽ ആരെങ്കിലും ആത്മാക്കളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ തറവാട്ടിലാരും നമ്മൾ മനുഷ്യന്മാരോട് പോലും സംസാരിച്ചിട്ടില്ല, പിന്നെയാണ് ആത്മാക്കളോട് സംസാരിക്കുന്നത്. ഇതിപ്പോ എന്ത് ചെയ്യുമെന്നാണ് അറിയാത്തത്. എന്നാലും അച്ഛൻ എങ്ങനെ ഈ കഴിവ് കിട്ടി? അല്ല, ശിവമാമൻ എന്തിന് പരീക്ഷണം നടത്തിയതായിരിക്കും. പരീക്ഷണം നടത്തുന്നത് ശിവമാമനല്ല, നിന്റെ അച്ഛൻ. അത് കറക്റ്റാ. അയ്യോ, ഓർക്കുമ്പോ തന്നെ പേടി വന്നു. അങ്ങനെയൊന്നും പറയല്ലേ. ഓ അത് ശരി. അപ്പൊ നിന്റെ അച്ഛന് വന്നാൽ കുഴപ്പം, എന്റെ ശിവേട്ടന് വന്നാൽ ഒരു കുഴപ്പമില്ല അല്ലേ? അയ്യോ അതല്ല അപ്പച്ചി, ശിവമാമൻ കാണുന്നത് സാധാ പട്ടിയും പൂച്ചയൊക്കെ അല്ലേ. അച്ഛൻ വല്ലതും ആണെങ്കിലേ വേറെ ഏതെങ്കിലും രാജ്യത്തെ വല്ല മൃഗങ്ങളും ആയിരിക്കും. അത് പോയിന്റ് അടി. എന്റെ അച്ഛനല്ലേ അവിടെ നിന്ന് കൈയും കാലും കാണിക്കുന്നേ? അച്ഛൻ എന്ത് കാണിക്കുന്നേ? വിളിക്കുവാണോ? മറക്കേ ഞങ്ങളും വരും. എന്തോ കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. അച്ഛൻ എന്തിനാ ഇവിടെ നിന്ന് കൈയും കാലും കാണിക്കുന്നേ? ശിവൻ എവിടെ? ശിവൻ ശിവൻ അങ്ങ് ഉള്ളിലാ. അകത്താണ്. അതെ, ജോത്സ്യരെ കണ്ടു. നീ വിഷമിക്കൊന്നും വേണ്ട. ശിവൻ ഇപ്പൊ ഇച്ചിരി മോശം സമയമാണ്. അല്ല, അവന്റെ നാളുകാർക്ക് ഇപ്പൊ കഷ്ടകാലാണെന്നാ ജോത്സ്യര് പറയുന്നത്. ഇതറിയാൻ വേണ്ടിട്ടാണോ അച്ഛൻ പോയത്? അച്ഛൻ എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാനല്ലേ അച്ഛൻ പോയത്? കൊള്ളാം. ജോത്സ്യര് വിചാരിച്ച പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാ മോളെ. എന്നാ അത് പറ ആദ്യം. പക്ഷെ ഇപ്പൊ ഇച്ചിരി കടുപ്പമാണ്. ഒരു 12 ദിവസത്തെ വ്രതം നോക്കേണ്ടി വരും. വ്രതം എന്നൊക്കെ പറഞ്ഞാൽ ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാൻ പാടില്ല. ചില പൂജകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഭസ്മം ജപിച്ചു തന്നു. ഇത് രാവിലെയും വൈകുന്നേരവും പാലിൽ ചേർത്ത് കുടിക്കണം. പഞ്ചസാര ചേർക്കാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടനും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചിരിക്കണം. ശരി, ഓക്കെ. പിന്നെ ഈ ജോത്സ്യർക്ക് ദക്ഷിണ അടക്കം 500 രൂപ ഞാനാണ് കൊടുത്തത്. ശിവേട്ടനേക്കാൾ വലുതാണോ അച്ഛാ? നമുക്ക് 500 രൂപ. ശിവേട്ടനേക്കാൾ വലുതല്ല 500 രൂപ എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാ. എന്റെ അച്ഛൻ ഇങ്ങനെ കാശിന്റെ കണക്ക് പറയാതെ അത് തീരുമാനാക്കാം. ആദ്യം ശിവേട്ടന്റെ കാര്യം ഒന്ന് നേരെ ആവട്ടെ. അയ്യോ, കണക്ക് പറഞ്ഞ് ഞാൻ ചോദിച്ചില്ലല്ലോ ഇപ്പൊ ഒന്നും. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഈ അവസ്ഥയൊക്കെ മാറുമ്പോ മക്കൾ ഓർമ്മിച്ച് അച്ഛന് തരണം കേട്ടാ. തരാ അച്ഛാ. അപ്പച്ചിയുടെ മുഖഭാവം കണ്ടിട്ട് അപ്പന്റെ പൈസ പോയെന്ന് എനിക്ക് തോന്നുന്നു. കാശ് പോയെന്നാ? ഡേ മക്കളെ, അച്ഛന്റെ കാശ് തരൂലടി. തരാ. ബാ. എന്താടാ നീ ഇരി, ഒരു കാര്യം പറയട്ടെ. അമ്മ, നമുക്ക് ഈ അളിയന്റെ കഴിവേ ഒരു ബിസിനസ് ആക്കി മാറ്റിക്കൂടെ? അല്ല, ഒരു കലാരൂപം ആക്കിക്കൂടെന്ന്. ഈ മാജിക്കും മെന്റലിസം ഒക്കെ പോലെ. സോൾ ടോക്ക് ബൈ ശിവൻ. നീ എന്നോട് പറഞ്ഞത് ഓക്കെ, ആ പിങ്കിയോടൊന്നും ചെന്ന് പറഞ്ഞേക്കരുത്. അവള് നിന്നെ വെച്ചേക്കല. എനിക്ക് അവളെ പേടിയൊന്നുമില്ല. അവക്കൂടെ ഗുണമുള്ള പരിപാടിയല്ലേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവളോട് ചെന്ന് പറ. എന്നിട്ട് അവളുടെ കയ്യിലിരിക്കുന്നത് നീ അങ്ങ് വാങ്ങിക്കും. എന്റെ പൊന്നു മോൻ തൽക്കാലം ഏതായാലും ഇതൊരു ബിസിനസ് ആക്കണ്ട. ഇത് നല്ലൊരു ബിസിനസ് ആയിരുന്നു, ആക്കാൻ പറ്റില്ല. രക്ഷപ്പെട്ടമ്മ. എന്താടാ? ശിവന്റെ പ്രശ്നത്തിലുള്ള പരിഹാരമായി. വരാന്ന് പറഞ്ഞു. മൃഗപാലൻ ഡോക്ടർ. അയാൾ ഇങ്ങോട്ട് വരുമോ? വരുമെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രശ്നത്തെ കുറിച്ച് കേട്ടിട്ടില്ലമ്മ. പക്ഷെ മൃഗപാലൻ ഡോക്ടർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മൃഗങ്ങളുടെ ആത്മാക്കളെ ഇല്ല എടാ, ഇങ്ങനെ സംസാരിക്കുന്നവരെ പറ്റിയിട്ടേ ആനിമൽസ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ ഈ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശിവന് ശരിക്കും പ്രശ്നമുണ്ടല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഇതിനായിട്ട് മനസ്സിലായില്ലേ? എന്തായാലും മൃഗപാലൻ ഡോക്ടർ വന്നിട്ട് ഈ പ്രശ്നം പരിഹരിച്ചിട്ടേ പോകുള്ളൂന്നാണ് പറഞ്ഞത്. അതേതായാലും ആശ്വാസം. അല്ല, അച്ഛൻ എന്തോ പൂജയുടെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എടാ, പൂജയും കൂടെ നടക്കട്ടെ, നല്ലതല്ലേ? മൃഗപാലൻ ഡോക്ടർ വരട്ടെ ആദ്യം, എന്നിട്ട് പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ആവാം. മൃഗപാലൻ ഡോക്ടറിനെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്താ ആവശ്യം? ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഒരു കൊളോക്കിയൽ ടോക്ക്. നീ ശരിയാക്കോ അവന്റെ പ്രശ്നം? അല്ല, ഞാനൊരു പറഞ്ഞതേ ഉള്ളൂ.